അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഖ്തസർ 70. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി. وإذ قد صرح الأئمة بتخصيصه حيث تأولوه بما أخر ذناب إلا شر. ഇവിടെ സക്കാക്കി ആദ്യം പറഞ്ഞു വശറുത്തുഹു ഐ വശറുത്തു ജഅലിൽ മുനക്കരി മിൻ ഹാദൽ ബാബി. മുനക്കറിനെ, അതായത് റജുലുൻ ജാഅനി എന്നതിനെ ഏതിൽപ്പെടുത്തുക? അസറുൻ നജ്വല്ലദീന ളലമു എന്നതിൻ്റെ ബാബിൽപ്പെടുത്താനുള്ള ഷർത്ത്. തഖ്സീസിനെ തൊട്ടൊരു മാനി ഇല്ലാതിരിക്കണം. റജുലുൻ ജാഅനി എന്നതിൽ മാനി ഇല്ലാത്തതുപോലെ ശർറുൻ നഹറദാനാബിൻ, അവിടെ ഷർറ് നക്കിറയാണ്, മുസ്നദ് ഇലൈഹിയാണ് മുന്തിച്ചിട്ടുണ്ട്. അവിടെ തഖ്സീസിന് മാനിഅ ഉണ്ട്. അപ്പോൾ പിന്നെ അത് നക്കിറാകാൻ മറ്റുള്ള മാർഗം കണ്ടെത്തണം സക്കാക്കിയുടെ അടുക്കൽ. അവിടെ രണ്ട് തക്ദീർ പ്രകാരം ജിൻസിനെ തഖ്സീസാക്കാനും പറ്റുകയില്ല, പിന്നെ വാഹിദിനെ തഖ്സീസാക്കാനും പറ്റൂല എന്നാണ് സക്കാക്കി പറഞ്ഞത്. അതേ സമയത്ത് നെഹ്വീങ്ങളിൽപ്പെട്ട അയിമ്മത്ത് അവിടെ തഖ്സീസിനെ അത് ഫായിദ വെപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റിയാണ് പറയുന്നത്. വൈദ് ഖദ് സറഹൽ അയിമ്മത്തു, ഇമാമീങ്ങൾ വ്യക്തമാക്കിയതിന് വേണ്ടി ബി തഖ്സീസിഹി, ഈ ശർറുൻ നഹറദാനാബിൻ തഖ്സീസിനെ ഇഫാദത്ത് ചെയ്യലുകൊണ്ട് വ്യക്തമാക്കിയപ്പോൾ, അവിടെ തഖ്സീസിനെ ഇഫാദത്ത് ചെയ്യുന്നുണ്ട് എന്ന് വ്യക്തമാക്കിയപ്പോൾ സക്കാക്കി എന്ത് പറഞ്ഞു? അവിടെ തഖ്സീസിനെ തൊട്ട് മാനിഅ ഉണ്ട് എന്നും പറഞ്ഞു. എങ്ങനെയാണ് അവർ വ്യക്തമാക്കിയത്? ഹൈസു തഅവ്വലൂഹു, ആ ശർറുൻ നഹറദാനാബിൻ എന്നതിനെ അവർ വ്യാഖ്യാനിച്ചതിന് വേണ്ടി, തഅ്വീൽ ചെയ്തതിന് വേണ്ടി, ബി മാ അഹറദാനാബിൻ ഇല്ലാ ശർറുൻ, ദാനാബിനെ കുരപ്പിച്ചിട്ടില്ല ഷർറല്ലാതെ, അവ ഷർറ് മാത്രമാണ് അതിനെ കുരപ്പിച്ചത് എന്ന് അതിൽ നിന്ന് കിട്ടും. മാവ ഇല്ല കൊണ്ട് തഖ്സീസിനെ വായിപ്പിക്കുമെന്ന് ഇൽമുൽ മആനിയിലും നെഹ്വിന്റെ കിതാബുകളിലൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ അയിമ്മത്ത് അവിടെ തഖ്സീസ് ഉണ്ട് എന്നും സക്കാത്തി അവിടെ തഖ്സീസ് ഇല്ല എന്നും പറയുമ്പോൾ ഫൽ വജ്ഹു, അപ്പോൾ ഐ വജ്ഹുൽ ജംഇ ബൈന ഖൗലിഹിം ബിതഖ്സീസിഹി വബൈന ഖൗലിനാ ബിൽ മാനിഇ മിന തഖ്സീസി. ഐ വജ്ഹുൽ ജംഇ ബൈന ഖൗലിഹിം, അയിമ്മത്തിന്റെ ഖൗലിന്റെ ഇടയിലും ബിതഖ്സീസിഹി ശർറുൻ നഹറദാനാബിൻ തഖ്സീസിനെ ഫായിദ വെപ്പിക്കലുകൊണ്ടുള്ള അവരുടെ ഖൗലിന്റെ ഇടയിലും വബൈന ഖൗലിന, നമ്മുടെ കൗലിന്റെ ഇടയിലും, നമ്മൾ എന്ന് പറഞ്ഞ സക്കാക്കിന്റെ കൗല്, ബിൽ മാനിഇ മിന തഖ്സീസി, തഖ്സീസിനെ തൊട്ട് മാനിഉണ്ട് എന്ന് നമ്മുടെ കൗലിന്റെ ഇടയിലും ജംഉ ചെയ്യാനുള്ള വജ്ഹ് അതെന്താണ്? തഫ്ലീഉ ശൈനി ശർരീന, ഷർറിന്റെ ശൈലിനെ അതിന് കവിഞ്ഞതാക്കലാണ്. വല്ലാത്ത ഷർറ്, ചെറിയ ഷർറല്ല, വലിയ ഷർറ്. അപ്പൊ നൗഇയായ തഖ്സീസായി. അതെങ്ങനെയാണ് അത് കിട്ടി? തഫ്ലീഅ്, ഷർറിന്റെ ശൈലിനെ അതിര് കവിഞ്ഞതാക്കല്, അത് ഒരു വലിയതാക്കല്. ബി തൻകീരിഹി, ആ ശർറുൻ മുസ്നദിലേഹിയെ നെക്കിറിയാക്കിയ കാരണമുണ്ട്. ഐ ജഇലി തൻകീരി, ആ തെങ്കീറിനെ ആക്കുക, ലിത്തഅലീമി, തഅലീമിനാക്കുക. ശർറുൻ അത് നെക്കിറാണല്ലോ, ആ നെക്കിറിനെ എന്തിനാക്കി? തഅലീമിനാക്കി, വത്തഹ്വീരി, ഒരു ഭീഷണിപ്പെടുത്താനുമാക്കി. അപ്പോൾ എന്താകും അർത്ഥം? ലിയകൂനൽ മഅന, മഅനയാവാൻ വേണ്ടി, ശർറുൻ അലീമുൻ ഫളീഉൻ, അതിര് കവിഞ്ഞതായ ഒരു
ഒരു ഗുരുതരമായ ഷർവാകുന്നത് അഹറ അത് കൊരപ്പിച്ചിട്ടുണ്ട് ആരെ ഗാനാബിൻ തേറ്റ ഉടയതിന് ലാ ഷർറുൻ ഹക്കീറുൻ ചെറിയ ഷർവല്ല. അപ്പോൾ ഫയക്കൂനു തഖ്സീസൻ നൗഇയ്യൻ നൗഇയ്യായ തഖ്സീസാകും. അതുകൊണ്ട് അത് മുസ്നദ് ഇലൈഹി അപ്പോൾ നിക്റ മുബ്തദിയായിട്ട് വരാനും പറ്റി. യതഖസ്സസ് നഹ്വു മാ അബ്ദുൻ ഖറാ വഖദ് യകൂനുൽ മുബ്തദാ മുനക്കറ യതഖസ്സസ് നഹ്വു മാ അബ്ദുൻ ഖറാ എന്നാണല്ലോ തുഹഫയിൽ പറഞ്ഞിട്ടുള്ളത്. വഖദ് യകൂനുൽ മുബ്തദാ മുനക്കറ يتخصص نحو ما عبد قرا ولا يجوز الابتداء بالنكرة ما لم تفدك عند زيد نمرا. അപ്പോൾ നൗഇയായ തഖ്സീസ് ഉള്ളതുകൊണ്ട് നക്രയായിട്ട് വരാൻ പറ്റി. വൽ മാനിഉ മാനി ആകുന്നത് തഖ്സീസിനെ തൊട്ടുള്ള മാനി ഇന്നമാ കാന മിൻ തഖ്സീസിൽ ജിൻസി അവിൽ വാഹിദി അത് ജിൻസിനെ തഖ്സീസാക്കുന്നതിലാണ് അല്ലെങ്കിൽ വാഹിദിനെ തഖ്സീസാക്കുന്നതിലാണ്. അതാണ് സക്കാക്കി മാനി പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നൗഇയായ തഖ്സീസിന് എന്തില്ല? മാനി ഇല്ല. ഇനി വഫീഹി നദറുൻ വഫീഹി ഐ ഫീമാ ദഹബ ഇലൈഹി സക്കാക്കിയു സക്കാക്കി പോയ മദ്ഹബിൽ എന്തുണ്ട്? നദറുണ്ട് എന്ന സക്കാക്കി 3 പോയിന്റാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് എന്താണ്? തഖ്ദീമു തഖ്സീസിനെ ഫായിദ വെപ്പിക്കണമെങ്കിൽ അവിടെ പറഞ്ഞ് അത്തഖ്ദീമു യുഫീദുൽ ഇഖ്തിസാസ ഇൻജാസ തഖ്ദീറു കൗനിഹി ഫിൽ അസ്ലി മുഅഖറൻ അലാ അന്നഹു ഫായിലുൻ മഅനൻ ഫഖത്ത് ലാ ലഫ്ളൻ. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. അവിടെ എന്താ പറഞ്ഞത്? തഖ്ദീമു തഖ്സീസിനെ ഫായിദ വെപ്പിക്കണമെങ്കിൽ അത് നക്ര ആയാലും മഅരിഫ ആയാലും എന്താവണം? അസ്ലിൽ ഈ മുസ്നദ് ഇലൈഹി മഅനയിൽ മാത്രം ഫായിലാണ് എന്ന നിലക്ക് മുഅഖറായിരുന്നു എന്ന് സങ്കൽപ്പിക്കാൻ പറ്റണം. അത് സങ്കൽപ്പിക്കുകയും വേണം. 2 ഷർത്താണ്. സങ്കൽപ്പിക്കൽ ജായിസാവണം, സങ്കൽപ്പിക്കുകയും വേണം. അനക്കുംതു പോലെ അവിടെ ജായിസുമാണ്, സങ്കൽപ്പിക്കാനും പറ്റും. ഇനി അവിടെ ജായിസാണ് പക്ഷെ സങ്കൽപ്പിച്ചിട്ടില്ലെങ്കിൽ അവിടെയും എന്തില്ല? തഖ്സീസ് ഉണ്ടാവുകയില്ല. വഇല്ല അങ്ങനെ 2 ഷർത്തും ഇല്ലെങ്കിൽ ഈ തഖ്ദീം തഖവ്വിൽ ഹുക്മിനെ മാത്രമേ ഫായിദ വെപ്പിക്കുകയുള്ളൂ എന്നാണ്. അപ്പൊ സക്കാക്കി പറഞ്ഞ ഒന്നാമത്തെ പോയിന്റാണത്. അതിൽ നദറുണ്ട്. 3 കാര്യങ്ങളാണ് സക്കാക്കി വിവരിച്ചിട്ടുള്ളത്. എന്താ? ഇവിടെ സക്കാക്കിയുടെ വാദം മഅനയിൽ മാത്രം അസ്ലിൽ ഇത് ഉദാഹരണം അനകുംതു. ഈ അനകുംതു അസ്ലിൽ അത് മഅനയിൽ മാത്രം ഫായിലാണ് എന്ന നിലക്ക് അത് പിന്തിക്കപ്പെട്ടതാണെന്ന് സങ്കല്പിക്കാൻ പറ്റണം. അതിവിടെ പറ്റും. അനകുംതു കുംതു അന. അനകുംതുന്റെ അസ്ല് കുംതു അന. ഈ അന ഇപ്പം എന്താണ്? മഅനയിൽ മാത്രം ഫായിലാണ്. കാരണം തൈക്കീതാണല്ലോ. എന്നിട്ട് മുന്തിച്ചതാണ്. ഇതാണ് ഒന്നാമത്. അതേ സമയത്ത് സൈദുൻ കാമ അവിടെ എന്തില്ല? തഖ്സീസിനെ പാലിപ്പിക്കൂല. കാരണം സൈദുൻ കാമന്റെ അസ്ല് കാമ സൈദുൻ എന്നാക്കുമ്പോൾ ഈ സൈദ് എന്താവും? ലഫ്ലിയായ ഫായിലാവും. മഅനയിൽ ഫായിലല്ല, ലഫ്ലിൽ തന്നെ ഫായിലാവും. അപ്പോൾ സൈദുൻ കാമന്റെ അവിടെ സൈദുൻ കാമ എന്ന ഉദാഹരണത്തിൽ സൈദുൻ കാമ എന്നതിൽ തഖ്സീസ് ഇല്ല. കാരണം എന്താണ്? അവിടെ മുസ്നദ് ഇലൈഹിനെ തഖ്ദീമുണ്ട്, മുസ്നദ് ഇലൈഹി അവിടെ മുന്തിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ തഖ്സീസിനെ ഫായിലപ്പിക്കൂല. കാരണം ഈ സൈദിനെ പിന്നിലാക്കി വെച്ചാൽ അത് ലഫ്ലിൽ ഫായിലാകും. അനകുംതു എന്നതിലുള്ള അനനെ പിന്നിലാക്കി വെച്ചാൽ ലഫ്ലിൽ ഫായിലാകുന്നില്ല, മഅനയിലേ ഫായിലാകുന്നുള്ളൂ. അപ്പൊ സക്കാക്ക് പറഞ്ഞതിന്റെ ആകത്തുക എന്താണ്?
സെയ്ദുൻ കാമയിൽ തഖ്സീസ് ഇല്ല, തഖ്വീൽ ഹുക്മേ ഉള്ളൂ. അന ഖുംതു എന്നതിൽ തഖ്സീസ് ഉണ്ട് എന്നായി. അതിൽ നദറുണ്ട്. കാരണം ഇതിൽ ഫായിലുൽ ലഫ്ലിയു ലഫ്ലിയായ ഫായിലും വൽ മഅനവിയായ ഫായിലും അത് ഏതുപോലെ തഅക്കീദ് പോലെ അന ഖുംതു, അവിടെ ഖുംതു അന തഅക്കീദാണ്. വൽ ബദല് പോലെ സക്കാക്കി പറഞ്ഞതനുസരിച്ച് റജുലുൻ ജാഅനി, അവിടെ ജാഅനി റജുലുൻ സക്കാക്കിയുടെ അടുക്കൽ എന്താണത്? ഈ റജുലുൻ ജാഅനിയിലെ റജുല് അസിലിൽ അത് ജാഅനി റജുലുൻ ആയിരുന്നു. ഈ റജുല് ബദലാണ്. അസറുൻ നജ്വല്ലദീന ളലമു എന്നതിന്റെ ബാബിൽപ്പെടുത്തി ബദല് പോലെ. ഇത് രണ്ടും ലഫ്ലിയായ ഫായിലും മഅനവിയായ ഫായിലും സവാഉൻ സമമാണ്. ഫിംതിനാഇ തഖ്ദീമി, തഖ്ദീമ് പാടില്ല എന്ന വിഷയത്തിൽ സമമാണ്. ഖുംതു അനയെ മുന്തിക്കാനേ പാടില്ല. സൈദുൻ കാമ സൈദുൻ എന്നതിനെ മുന്തിക്കാൻ പാടില്ല. രണ്ടു സമമാണ്. മാ ബഖിയ അലാ ഹാലിഹിമാ, ആ ഇത് ലഫ്ലിയായ ഫായിലും മഅനവിയായ ഫായിലും രണ്ടും ബാക്കിയാകുന്ന കാലത്തോളം അലാ ഹാലിഹിമാ, അത് രണ്ടിന്റെയും അവസ്ഥയിൽ അത് ബാക്കിയാവുന്ന കാലത്തോളം തഅക്കീദായിട്ട് നിൽക്കുമ്പോൾ മുഅക്കദിനേക്കാൾ മുന്താൻ പാടില്ല. മുഅക്കദ് അതായത് തഅക്കീദ്, മുഅക്കിദ് മുഖദ്ദം, മുഅക്കദ് മുഅഖർ അങ്ങനെ ഒന്നില്ല. അതുപോലെ തന്നെ ബദൽ മുഖദ്ദം, മുബദൽ മിന്നു മുഅഖർ അങ്ങനെ ഒന്നില്ല. ഫായില് മുഖദ്ദം, ഫീല് മുഅഖർ അങ്ങനെ ഒന്നില്ല. അതാണ് മുസന്നിഫ് പറയുന്നത്. അപ്പോൾ ലഫ്ലിയായ ഫായിലും മഅനവിയായ ഫായിലും സവാഉൻ സമമാണ്. ഫിംതിനായി തഖ്ദീമി, തഖ്ദീമ് പാടില്ല എന്ന വിഷയത്തിൽ മാ ബഖിയ, ആ ലഫ്ലിയായ ഫായിലും മഅനവിയായ ഫായിലും ബാക്കിയാകുന്ന കാലത്തോളം അലാ ഹാലിഹിമ, അത് രണ്ടിന്റെയും അവസ്ഥയിൽ. ഐ മാദാമൽ ഫായിലു ഫായില വത്താബിഉ താബിഅ, ഫായില് ഫായിലാകുന്ന കാലത്തോളം താബിയാകുന്ന കാലത്തോളവും രണ്ടും മുന്തിക്കാൻ പാടില്ല. ബൽ എന്നല്ല, ഇംതിനാഉ തഖ്ദീമി താബിഇ, താബീനെ മുന്തിക്കൽ പാടില്ല എന്നത് ഔല. അത് ഫായിലിനെ മുന്തിക്കാൻ പാടില്ല എന്നതിനേക്കാൾ ഔലയാണ്. ഇവിടെ താബീനെ മുന്തിച്ചു എന്നാണ് സക്കാക്കി പറയുന്നത്. ഫായിലിനെ മുന്തിക്കാനും പാടില്ല. എന്നാൽ താബീനെ മുന്തിക്കൽ ഇംതിനാ അതാണ് ഔല. എന്തിനേക്കാൾ ഔല? ഫായിലിനെ മുന്തിക്കാൻ പാടില്ല എന്നതിനേക്കാൾ ഔല. അതെങ്ങനെ ഔലയായി? അതെങ്ങനെ ഔലയായി? അത് ഔലയാവര് പിന്നെ ഔലവിയത്തിന് അവർ പറഞ്ഞ കാരണം താബീനാണ് മുന്തിക്കുമ്പോൾ, ഉദാഹരണം കുംതു അനയിലെ അനനെ മുന്തിക്കുമ്പോൾ ഇതിനെ മത്തുബൂഇനെ കൂടാതെ താബീനാണ് മുന്തിച്ചു. അപ്പോൾ ഈ താബി എന്തായി? മത്തുബൂഇനേക്കാളും മുന്തി, മത്തുബൂഇന്റെ ആമിലിനേക്കാളും മുന്തി. രണ്ട് കലിമത്തിനേക്കാൾ മുന്തലവിടെ വരുന്നുണ്ട്. ഒന്ന് മത്തുബൂഇനേക്കാൾ മുന്തി, കുംതു അന എന്നതിൽ അനനെ മുന്തിക്കുമ്പോൾ തു എന്ന ഈ ഫായിലിനേക്കാളും മുന്തി, കാമ എന്ന ഫീലിനേക്കാളും മുന്തി. അതാണ് ദസൂക്കി പറയുന്നത്. ഇദാ കുദ്ദിമ വജുഹുൽ ഔലവിയ്യത്തി അന്നഹു ഇദാ കുദ്ദിമ താബിയു, ഇത് ദസൂക്കിയാണ്. താബീനെ മുന്തിച്ചാൽ ബിദൂനിൽ മത്തുബൂഇനെ കൂടാതെ. അല്ലതി എങ്ങനത്തെ മത്തുബൂ ഹുവൽ ഫായിലു, അത് ഫായിലാണ്. കുംതു അനയില് തു ആണ് ഫായില്. ഫക്കത്തക്കദ്ദമാല മത്തുബൂഇഹി, അത് മത്തുബൂഇനേക്കാൾ മുന്തി. വഅലാമ ഒന്നിനേക്കാളും മുന്തി. യംതനിഉ തഖ്ദീമു മത്തുബൂഇഹി അലൈഹി, എങ്ങത്തൊന്നാണ്? മത്തുബൂഇനെ മുന്തിക്കൽ പാടില്ല അലിയാവുന്നതിനേക്കാൾ. ഓൽ ഫീലു ഫീലാണ്.
ഫീലിനേക്കാൾ ഫായിലിനെ മുന്തിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഫീലിനേക്കാളും മുന്തി, അതുപോലെ തന്നെ മത്ബൂഇനേക്കാളും മുന്തി. അപ്പൊ ഇംതിനാഇന് രണ്ട് ജിഹത്തുണ്ട്. അതേ സമയത്ത് ഫായിലിനെ മുന്തിച്ചാലോ ഫീലിനേക്കാൾ മുന്തിയിട്ട് ആമിലിനേക്കാൾ മാത്രം മുന്തിയിട്ടുള്ളൂ. താബീനെ മുന്തിക്കുമ്പോൾ മത്ബൂഇനേക്കാളും മുന്നിലാകും, മത്ബൂഇന്റെ ആമിലിനേക്കാളും മുന്നിലാകും. മത്ബൂഇന്റെ ആമില് തന്നെയാണ് താബീന്റെയും ആമില്. അപ്പോൾ മത്ബൂഇനേക്കാളും മുന്തി ആമിലിനേക്കാളും മുന്തി. അപ്പൊ രണ്ട് തഖ്ദീം അവിടെ, തഖ്ദീമിന്റെ ഇംതിനാഇന് രണ്ട് ജിഹത്ത് അവിടെ വരുന്നുണ്ട് എന്നല്ല. ബഅദുൽ കൂഫിയത്ത് ഫായിലിനെ മുന്തിക്കൽ ജായിസാക്കിയിട്ടുമുണ്ട്. താബീനെ മുന്തിക്കൽ താബിയായി നിലനിൽക്കുന്ന സമയത്ത് താബീനെ മുന്തിക്കൽ ആരും ജായിസാക്കിയിട്ടില്ലതാനും. അതുകൊണ്ട് മുന്തിക്കാൻ പാടില്ല എന്നുള്ള വിഷയത്തിൽ രണ്ടും സമമാണ്, അതിൽ തർക്കമേ ഇല്ല. പിന്നെ അത് രണ്ടിന്റെ അവസ്ഥയിൽ ബാക്കിയാവുന്ന കാലത്ത് ബാക്കിയാവുന്നോടത്തോളം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഫസ്ഖ് ചെയ്താൽ മുന്തിക്കാം. ഫസ്ഖ് ചെയ്താൽ മുന്തിക്കാന്ന് പറഞ്ഞാൽ തബഇയ്യത്തിനെ മാറ്റി അതിനെ മുസ്നദ് ഇലൈഹിയാക്കി, അപ്പോൾ മുന്തിക്കാം. അത് ഫായിലിനെ മുന്തിക്കാം. കാമ സെയ്ദുൻ എന്നുള്ളതിനെ സെയ്ദിനെ മുന്തിച്ചിട്ട് മുസ്നദ് ഇലൈഹിയാക്കി മുന്തിക്കാൻ പറ്റുമോ എന്ന രണ്ടിനെയും മുന്തിക്കാം. പാടില്ലേ, രണ്ടിനെയും പാടില്ല. അതാണ് ഇപ്പൊ മുസന്നിഫ് പറയുന്നത്. ഫതജ്വീസു തഖ്ദീമിൽ മഅനവിയ്യി. അപ്പൊ പറഞ്ഞു മനസ്സിലായല്ലോ. അപ്പോൾ ഒന്നുകൂടി പറയാം. ഒഫീഹി ഐ ഫീമാ ദഹബ ഇലൈഹി സക്കാക്കിയു നദറുൻ. സക്കാക്കി പോയതിൽ നദറുണ്ട്. എന്താണ് നദർ? ഇതിൽ ഫാഇലുൽ ലഫ്ലിയു, ലഫ്ലിയായ ഫാഇലും, വൽ മഅനവിയു, മഅനവിയായ ഫാഇലും, കത്തൈക്കീദി, അത് തൈക്കീദ് പോലെ, അനകുംതു എന്നതില്, വൽ ബദലി, ബദല് പോലെ, റജുലുൻ ജാഅനി എന്നതില്. അത് ബന്ധിക്കുമ്പോഴാണ് തൈക്കീദാവുക. സവാവുൻ സമമാണ്. ഫിംതിനാഇ തഖ്ദീമി, തഖ്ദീം പാടില്ല എന്ന വിഷയത്തിൽ, മാ ബഖിയ, അത് രണ്ടും ബാക്കിയാവുന്ന കാലത്തോളം, അലാ ഹാലിഹിമാ, അത് രണ്ടിന്റെയും അവസ്ഥയിൽ, ഫായില് ഫായിലായിട്ടും തൈക്കീദ് താബിയായിട്ടും. ഐ മാദാമൽ ഫായിലു ഫായില, ഫായില് ഫായിലായിട്ട് നിലനിൽക്കുന്ന സമയത്തും, വത്താബിഉ താബിഅ, ബൽ എന്നല്ല, ഇംതിനാഉ തഖ്ദീമി താബിഇ ഔല, താബീനെ മുന്തിക്കൽ പാടില്ല എന്നത് ഔല, ഫായിലിനെ മുന്തിക്കൽ പാടില്ല എന്നതിനേക്കാൾ ഔലയാണ്. കാരണം താബീനെ മുന്തിക്കുമ്പോൾ മത്ബൂഇനേക്കാളും മത്ബൂഇന്റെ ആമില് അത് തന്നെയാണ് താബീന്റെയും ആമില്, ആമിലിനേക്കാളും മുന്തൽ വരുന്നുണ്ട്. അതാണ് ഫതജ്വീസു തഖ്ദീമിൽ മഅനവിയ്യി. അപ്പോൾ മഅനവിയായ ഫായിലിനെ മുന്തിക്കൽ ജായിസാക്കൽ, അതായത് താബീനെ, ദൂനൽ ലഫ്ലിയ്യി, ലഫ്ലിയായ ഫായിലിനെ കൂടാതെ മഅനവിയായ ഫായിലിനെ മുന്തിക്കൽ ജായിസാക്കൽ തഹക്കുമുൻ, അതൊരു പക്ഷം പിടിക്കലാണ്. തർജീഹും മർജൂഹിനെ റാജിഹാക്കലാണ്. മനസ്സിലായില്ലേ? അതായത് മുന്തിക്കാൻ പറ്റുമെങ്കിൽ ഫസ്ഖ് ചെയ്താൽ ഫായിലിയത്ത് എന്ന സ്വഭാവം അതിനെ മാറ്റിയിട്ട് മറ്റൊരു അവസ്ഥ നൽകുമ്പോൾ ഫായിലിനെ മുന്തിക്കാം. സെയ്ദുൻ കാമ, അവിടെ കാമ സെയ്ദുൻ എന്നായിരുന്നു അസ്ല്. എന്നിട്ട് സെയ്ദ് ഫായിലാണ്, ഫായിലിയത്ത് മാറ്റിയിട്ട് അതിനെ മുബത്തദയാക്കി, അപ്പോൾ അത് പറ്റും. ഇതുപോലെ അന കുംതു അനയായിരുന്നു അസ്ല്. അന എന്ന തൈക്കീദ് എന്ന സ്വഭാവം അതിൻ്റെത് ഫസ്ഖ് ചെയ്തിട്ട് അതിനെ മുസ്നദ് ഇലൈഹിയാക്കാമല്ലോ. വകദ, ഇതേ പ്രകാരം തന്നെ തജ്വീസുൽ ഫസ്ഖി ഫി താബി, താബിയിൽ ഫസ്ഖിനെ ജായിസാക്കല്. അതായത് കുംതു അന, ഈ അന എന്നത് തൈക്കീദ് എന്ന അതിന്റെ അവസ്ഥ മാറ്റി അതിനെ മുസ്നദ് ഇലൈഹിയാക്കല്. അങ്ങനെയാണല്ലോ സക്കാക്കിയാക്കിയത്. ദൂരൽ ഫായിലി, ഫായിലിനെ കൂടാതെ. സെയ്ദുൻ കാമ എന്നത് അത് കാമ സെയ്ദുൻ എന്നല്ല അതിന്റെ അസ്ല്. കാരണം സെയ്ദ് എന്നതിനെ മുന്തിച്ചാൽ ഫായിലില്ലാതെയാകും. അതായിക്കോട്ടെ, അതാ പറയുന്നത്. ഫായിലിനെ കൂടാതെ താബീനെ ഫസ്ഖ് ചെയ്യലിനെ ജായിസാക്കൽ, താബിയിൽ ഫസ്ഖിനെ ജായിസാക്കൽ. അതായത്
കൊംതു അന എന്നുള്ളിടത്ത് അന എന്ന തൈക്കീരിയത്ത് എന്ന സ്വഭാവം അതിന് മാറ്റി മുസ്നദിലേഹി ആക്കാം എന്നാണല്ലോ സക്കാക്കി പറഞ്ഞത്. ദൂനൽ ഫായിലി, ഫായിലിനെ കൂടാതെ. അതായത് കാമ സൈദുൻ എന്നത് സൈദുൻ കാമന്റെ അസ്ല് കാമ സൈദുൻ എന്നല്ല, അത് ലഫ്ലിയായ ഫായിലാകും. അതിനെ മുന്തിക്കാൻ പാടില്ല. മുന്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഫസ്ഖ് ചെയ്താൽ അതും പറ്റുമല്ലോ. അതപ്പോ മുസന്നിഫ് പറയാൻ പോകുന്നത്. ഫസ്ഖിനെ ജായിസാക്കൽ, താബീൽ ഫസ്ഖിനെ ജായിസാക്കൽ, തൈക്കീരിയത്ത് എന്ന സ്വഭാവം മാറ്റി അതിനെ മുസ്ലിദിലേഹി ആക്കി എന്നാണ് സക്കാക്കി പറഞ്ഞത്. അതുപോലെ തന്നെ ജാഅനി റജുലുൻ ജാഅനി അസ്ല് ജാഅനി റജുലുൻ ബദലാണ്. റജുലുൻ ജാഅനി എന്ന് പറയുമ്പോൾ അത് ബദലല്ല, മുസ്ലിദിലേഹിയാണ് എന്നാണല്ലോ സക്കാക്കി പറഞ്ഞത്. അപ്പോൾ അവിടെ ആ ബദലിയത്തും അതുപോലെ തന്നെ തൈക്കീരിയത്തും എന്ന അത് രണ്ടിന്റെയും അവസ്ഥ മാറ്റി രണ്ടിനെയും മുസ്നദിലേഹി ആക്കൽ. ദൂനൽ ഫായിലി, ഫായിലിനെ കൂടാതെ. അതായത് സൈദുൻ കാമ എന്നതിന്റെ അസ്ല് കാമ സൈദുൻ അല്ല, കാരണം അത് ലഫ്ലിയായ ഫായിലാണ്, അതിനെ മുന്തിക്കാൻ പാടില്ല എന്ന വാദം അതും തഹക്കുമാണ്. അതും ഒരു പക്ഷം ചേരലാണ്. അപ്പോൾ കാരണം ഫായിലിനെ മുന്തിക്കൽ പാടില്ലാത്തത് എപ്പോഴാ? ഇന്നമാഹുവ ഇന്ദ കൗലിഹി ഫായിലൻ, അത് ഫായിലാകുമ്പോഴല്ലേ, അത് ഫായിലാകുന്ന സമയത്താണ് മുന്തിക്കാൻ പാടില്ല എന്നുള്ളത്. ഇത് ഫായിലാക്കലില്ലല്ലോ ഇപ്പോൾ. അപ്പൊ അവിടെയും എന്താ മുന്തിച്ചാല് എന്നാണ് ചോദ്യം. സൈദുൻ കാമന്റെ അസ്ല് സക്കാക്കി പറഞ്ഞതുപോലെ കാമ സൈദുൻ എന്നാക്കിക്കൂടെ? എന്നിട്ട് അതിനെ മുന്തിച്ച് ഫസ്ഖ് ചെയ്ത് ഫായിലിയത്ത് എന്ന അതിന്റെ സ്വഭാവം മാറ്റി മുസ്നദിലേഹിയാക്കി. അപ്പൊ അസ്ലിൽ അതും മുഅഖറായിരുന്നു, മുഅഖറാണ് എന്ന് അവിടെയും പറ്റുമല്ലോ. എന്നിട്ട് മുന്തിച്ചിട്ട് തഖ്സീസിനെ ഫായിദ വെപ്പിച്ചുകൂടെ എന്നാണ് മുസന്നിഫിന്റെ ചോദ്യം. കാരണം അന്നംതിന തഖ്ദീമിൽ ഫായിലി, ഫായിലിനെ മുന്തിക്കൽ പാടില്ല എന്ന് പറഞ്ഞത് ഇന്നമാഹുവ ഇന്ദ കൗനിഹി ഫായിലൻ. ഇന്നമാഹുവ ആ ഇംതിനാ ഇന്ദ കൗനിഹി ഫായിലൻ, അത് ഫായിലാവുന്ന സമയത്ത് മാത്രമാണ്. വയില്ല, അങ്ങനെയല്ലെങ്കിൽ ഫലംതിനാ, ഒരു തടസ്സവും ഇല്ലല്ലോ. ഫി അയ്യുക്കാല, പറയപ്പെടുന്നതിൽ. ഫി നഹിവി സൈദുൻ കാമ പോലത്തതിൽ പറയപ്പെടുന്നതിൽ തടസ്സമില്ല. എന്ത്? അന്നഹു കാന ഫിൽ അസ്ലി, പറയപ്പെടാൻ അയ്യുക്കാല ഫി നഹിവി സൈദുൻ കാമ, ഇന്നഹു കാന ഫിൽ അസ്ലി, അസ്ലിൽ അതായിരുന്നു, കാമ സൈദുൻ എന്നായിരുന്നു എന്നവിടെ പറയുന്നതിന് എന്താ തടസ്സം? എന്നിട്ട് ഫഖുദ്ദിമ സൈദുൻ, സൈദിനെ മുന്തിക്കപ്പെട്ടു. വജുഇല മുബ്തദഅൻ, അതിനെ മുബ്തദയാക്കി എന്ന് പറഞ്ഞുകൂടെ? അപ്പോ ഫസ്ഖ് ഇവിടെയും പറ്റുമല്ലോ. താബിയിൽ മാത്രം ഫസ്ഖിനെ ജായിസാക്കൽ എന്താ? ഇതാണ് സക്കാക്കി മുസന്നിഫിന്റെ ചോദ്യം. ഏതുപോലെ കമായുക്കാലു, പറയപ്പെടും പോലെ, ഫീ നഹിബി ജറുദു കത്തീഫത്തിൻ പോലത്തതില്. ജറുദു കത്തീഫത്ത് എന്ന് പറഞ്ഞാൽ ദ്രവിച്ച കരിമ്പടം. ഇന്ന ജറുദൻ, തീർച്ചയായിട്ടും ജറുദ് കാനഫിൽ അസ്ലി, അസ്ലിൽ അതായിരുന്നു, സിഫത്തായിരുന്നു. കത്തീഫത്തുൻ ജറുദുൻ, അത് മസ്തറാണ് സാധനം. ജറദ യജുറുദു ജറുദൻ, ഇസ്മഫൂലിന്റെ മാന. കത്തീഫത്തുൻ ജറുദുൻ, അതായത് കത്തീഫത്തുൻ മജുറൂദത്തുൻ, ദ്രവിച്ചതായ കരിമ്പടം. ഇവിടെ ഈ സിഫത്ത് മജുറൂദത്ത് എന്ന് പറഞ്ഞ ജറുദ് എന്ന സിഫത്തിനെ മുന്തിച്ച് എന്നിട്ടെന്താക്കിയതിനെ മുലാഫാക്കി. സിഫത്തിയത്ത് വസ്ഫിയത്ത് എന്ന സ്വഭാവം പോയി. സിഫത്ത് മുഖദ്ദം അല്ലല്ലോ ഇവിടെ സിഫത്ത് മുഖദ്ദമും മൗസൂഫ് മുഅഖറും അല്ല. ഇന്ന ജറുദൻ ഖാന ഫിൽ അസ്ലി, ജറുദൻ അസ്ലിൽ സിഫത്തായിരുന്നു. ഫഖുദ്ദിമ, എന്നിട്ട് മുന്തിച്ചു. വജുഇല മുലാഫൻ, അതിനെ മുലാഫാക്കി. അവിടെ എന്നതുപോലെ സൈദുൻ കാമന്റെ അസ്ലി എന്തായിരുന്നു? കാമ സൈദുൻ എന്നായിരുന്നു. എന്നിട്ട് സൈദിനെ മുന്തിച്ചു മുബ്തദയാക്കി എന്നവിടെയും പറഞ്ഞുകൂടെ? അതാണ് കമായിക്കാലു ഫീ നൈബി ജറുദു കത്തീഫത്തിൻ. ഇന്ന ജറുദൻ, ജറുദ് ഖാന ഫിൽ അസ്ലി, അസ്ലിൽ അതായിരുന്നു, സിഫത്തായിരുന്നു. ഫഖുദ്ദിമ, മുന്തിച്ചു. വജുഇല മുലാഫൻ,
അതിനെ മുലാഫാക്കി. പിന്നെ എന്നിട്ട് സിഫത്തിനെ മൗസൂഫിലേക്ക് ഇളാഫത്ത് ചെയ്തു. സിഫത്തിനെ മൗസൂഫിലേക്ക് ഇളാഫത്ത് ചെയ്യാൻ പാടുണ്ടോ ഇല്ലേ, മൗസൂഫിനെ സിഫത്തിലേക്ക് ഇളാഫത്ത് ചെയ്യാൻ പറ്റുകയില്ലേ എന്ന വിഷയം ഇളാഫത്തിന്റെ വാമിൽ എവിടെ പറഞ്ഞിട്ടുണ്ട്? അൽഫയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗം എടുത്തൊന്ന് നോക്കൽ നല്ലതാണ്. എന്ത്? വലാ യുളാഫു സുമുൻ ലിമാ ബിഹി തഹദ് മഅനം വവിൽ മുഹിമൻ ഈദാ വറദ്. ആ ബൈത്തിന്റെ ശറഹിൽ ഈ ജറുദു ഖത്തീഫത്തിൻ എന്ന ഉദാഹരണവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മുസന്നിഫ് പറയുന്നത് അനകുംതു എന്നതിൽ കുംതു അന, അവിടെ അനന മുന്തിച്ചു. സെയ്ദും കാമൻ നസിൽ കാമ സെയ്ദ് അല്ല എന്നാണ് സക്കാക്കിയുടെ വാദം. അതിനെ ഖണ്ഡിക്കുകയാണ്. മുന്തിക്കാൻ പറ്റുമെങ്കിൽ രണ്ടിനെ മുന്തിക്കാം, പാടില്ലെങ്കിൽ രണ്ടും പാടില്ല. അതാണ് മുസന്നിഫ് പറയുന്നത്. അതിന് സക്കാക്കി പറഞ്ഞത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. പിന്നെ വംതിനാഉ, ഇവിടെ ഇപ്പം സക്കാക്കിയുടെ അഭിപ്രായത്തിൽ താബിആയി വരുന്നോടത്ത്, ഈ മുസ്നദ് ഇലൈഹി അസിലിൽ താബിആയി വന്നോടത്ത് മുന്തിക്കലിനെ ജായിസാക്കുകയും ഫായിലായിട്ട് വരുന്നോടത്ത് കലാമിന്റെ റുക്നായിട്ട് വന്നോടത്ത് മുന്തിക്കലിനെ ജായിസാക്കാതിരിക്കുകയും ചെയ്തു. വംതിനാഉ തഖ്ദീമി താബിഇ, താബീനെ മുന്തിക്കൽ പാടില്ല എന്നത് ഹാല കൗനിഹി താബിയൻ, അത് താബിയാവുന്ന സമയത്ത് മിമ്മ അജ്മാ അലൈഹി നുഹാത്തു, നെഹ്ദീങ്ങൾ അത് ഒരുമിച്ചുകൂടിയ സംഗതിയാണ്, ഒരുമിച്ചുകൂടിയ കാര്യമാണ്. ഈ കാറ്റുകൊണ്ട് അപ്പോ ഒംതിനാവു തഖ്ദീമി താബിഇ, താബിഇനെ മുന്തിക്കൽ പാടില്ല എന്നത് ഹാല കൗനിഹി താബിയൻ, അത് താബിയാവുന്ന സമയത്ത് മിമ്മ അജ്മ, മിമ്മ ഒന്നിൽപ്പെട്ടതാണ്, അജ്മ അലൈഹി നുഹാത്തു, നെഹ്ദീങ്ങൾ അതിൽ ഇജ്മാ ആയിട്ടുണ്ട്. അപ്പോൾ ഇജ്മാഉള്ള കാര്യമാണ് താബീനെ മുന്തിക്കാൻ പാടില്ല. സക്കാത്ത് ഇവിടെ എന്ത് ചെയ്തു? താബീനെ മുന്തിച്ചു. അതാണ് ഇപ്പൊ സക്കാത്ത് ചെയ്തത്. അപ്പൊ ഇജ്മാഉള്ളൊരു കാര്യത്തിന് എതിരായിട്ടാണ് സക്കാക്കി എന്ത് ചെയ്തത്? ഇവിടെ മുന്തിച്ചിട്ടുള്ളത്. ഇല്ലാഫിൽ അത്ഫി, അത്ഫിലൊഴികെ. അത്ഫിൽ എന്ത് ചെയ്യാം? ചിലപ്പോൾ താബി മത്തുബിനേക്കാൾ മുന്താം. അത് ഫി ലറൂറത്തി ശൈലി, ബൈത്തിന്റെ ബുദ്ധിമുട്ടിൽ. ഒരു ബൈത്തുണ്ട്, ദസൂക്കിയിൽ അത് കൊടുത്തിട്ടുണ്ട്. അലൈക വറഹ്മത്തുള്ളാഹി സലാമൂന. അലാ അറിയണം യാ നഖലത്തു, ഈന്തപ്പഴം മരമേ, ഈന്താത്തി ഇർക്കിൻ, ദാത്ത് ഇർക്കിലുള്ള ഈത്തപ്പന മരം. ആ മരത്തിനെ വിളിച്ചും കൊണ്ട് പറയാണ് അലൈക്കി, നിന്റെ മേൽ ഉണ്ടാവട്ടെ, ഹയാ നഖ്ലത്തും മിൻ ദാത്തി ഇർക്കിൻ അലൈക്കി വറഹ്മത്തുള്ളാഹി സലാമൂന. അല അറിയണം യാ നഖ്ലത്തുയെ, ഈത്തപ്പന മരമേ, മിൻ ദാത്തി ഇർക്കിൻ, ദാത്ത് ഇർക്കിലുള്ള ഈത്തപ്പന മരമേ, അലൈക്കി നിന്റെ മേലുണ്ടാവട്ടെ, അസ്സലാമു സലാമുണ്ടാവട്ടെ, വറഹ്മത്തുള്ളാഹി അല്ലാഹുവിന്റെ റഹ്മത്തും ഉണ്ടാവട്ടെ. ഇവിടെ റഹ്മത്തുള്ളാഹി എന്ന മഅ്തൂഫ് അലൈഹിയെ, മഅ്തൂഫിനെ മുന്തിച്ചു, മഅ്തൂഫ് അലൈഹിനെ പിന്തിച്ചു. അത് ബൈത്തിന്റെ ബുദ്ധിമുട്ടിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ താബിയാവുന്ന സമയത്ത് മുന്തിക്കാൻ പാടില്ല എന്നത് ഇത്തിഫാക്കുള്ള കാര്യമാണ്. അത്ഫിൽ അങ്ങനെ ബൈത്തിന്റെ ബുദ്ധിമുട്ടിൽ വന്നിട്ടുണ്ട്. ഇല്ലാ ഫിൽ അത്ഫി ഫീ ലറൂറത്തി ശൈരി, ഫീ ലറൂറത്തി ശൈരി, ബൈത്തിന്റെ ബുദ്ധിമുട്ടിൽ. ഫമൻ ഉഹാറ, അപ്പോൾ താബിഇനെ മുന്തിക്കൽ പാടില്ല എന്നതിനെ തടയല്, അതായത് മുന്തിക്കാം എന്ന വാദം, അത് മുക്കാബറത്തുൽ മുക്കാബറയാണ്. ഫമൻ ഉഹാറ എന്ന് പറഞ്ഞാൽ യാദ എന്ന മുഷാറിലേഹി ഐ മൻഉ ഇംതിനായി തഖ്ദീബി താബിഇ, താബീനെ മുന്തിക്കൽ പാടില്ല എന്നതിനെ തടയൽ, അതായത് താബീനെ മുന്തിക്കാം എന്ന് പറയൽ, അത് മുക്കാബറത്തുൽ മുക്കാബറയാണ്. മുക്കാബറ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ,
അൽ മുനാസഅത്തു ലാ ലി ഇൽഹാരി സ്വവാബി വലാ ലി ഇൽസാമിൽ ഖസ്മീൻ. സവാബ് വെളിവാക്കാനും അല്ല, കക്ഷിയെ ഉത്തരം മുട്ടിക്കാനും അല്ല. അത് രണ്ടും ആവശ്യമില്ലാതെ ഒരു വെറും തർക്കം മാത്രം. അതാണെന്ത് മുക്കാബറ എന്ന് പറഞ്ഞാൽ. അതായത് ഫായിലിനെ മുന്തിക്കാൻ താബീനെ മുന്തിക്കാൻ പാടില്ല എന്നത് നെഹ്മിങ്ങൾ ഇത്തിഫാക്കാണ് താബിയാവുന്ന സമയത്തൊക്കെ. അതേ സമയത്ത് ഫായിലിനെ മുന്തിക്കാൻ പാടില്ല എന്ന് ഇത്തിഫാക്കില്ല. ബഅദുൽ കൂഫിയത്ത് ഫായിലിനെ മുന്തിക്കൽ ജായിസാക്കിയിട്ടുണ്ട്. അപ്പോൾ ഫായിലിനെ മുന്തിക്കാം എന്ന അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടും അവിടെ മുന്തിക്കാൻ പാടില്ല എന്നും, താബീനെ മുന്തിക്കാൻ പാടില്ല എന്ന് ഇത്തിഫാക്കുണ്ടായിട്ടും അവിടെ മുന്തിക്കാൻ പാടുണ്ട് എന്നുള്ള വാദം മുക്കാബറയാണ്. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ ഒരു വാദം സക്കാക്കിയുടെ ഭാഗത്തിൽ നിന്ന് വൽ കൗല് എന്ത് എന്നാണ്? വൽ കൗലു ബി അന്നഹു ഫി ഹാലത്തി തഖ്ദീമിൽ ഫായിലി. അങ്ങനെയാണ് ചില നുസ്ഖയില് ബി അൻ ഫി ഹാലത്തി തഖ്ദീമിൽ ഫായിലി. കാര്യം ഫായിലിനെ മുന്തിക്കുന്ന സമയത്തിലുള്ള കാര്യം. വൽ കൗലു ബി അന്നഹു ഫി ഹാലത്തി തഖ്ദീമിൽ ഫായിലി. ചില നുസ്ഖയില് വൽ കൗലു ബി അൻ ഫി ഹാലത്തി തഖ്ദീമിൽ ഫായിലി എന്ന ഇസ്മിനെ കവിഞ്ഞിട്ട് എന്ത് പ്രശ്നമൊന്നുമില്ല. വൽ കൗലു ബി അന്നഹു, ഈ തീർച്ചയായിട്ടും കാര്യം ഫി ഹാലത്തി തഖ്ദീമിൽ ഫായിലി, ഫായിലിനെ മുന്തിക്കുന്ന സമയത്തിൽ ഉള്ള കാര്യം. ലിയുജ്അല, ആ ഫായിലിനെ മുബ്തദയാക്കാൻ വേണ്ടി. അത് മുബ്തദയാക്കാന്നാണല്ലോ അപ്പൊ മുസന്നിഫ് പറഞ്ഞത്. അപ്പോൾ മുബ്തദയാക്കാൻ വേണ്ടി മുന്തിക്കുന്ന സമയത്ത് കാമ സൈദുൻ എന്ന സൈദിനെ അവിടുന്ന് ഇങ്ങോട്ട് മുബ്തദയാക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. ലിയുജ്അല മുബ്തദഅൻ, അതിനെ മുബ്തദയാക്കാൻ വേണ്ടി. ആ സമയത്ത് യൽസമു ഖുലുബുൽ ഫീലി, ഫീല് ഒഴിവാകൽ ലാസിമാകുമല്ലോ അനിൽ ഫായിലി, ഫായിലിനെ തൊട്ട്. വഹുവ മുഹാലുൻ, ഫീല് ഫായിലിനെ തൊട്ട് ഒഴിവ് വരൽ മുഹാലാണ്. ബിഖിലാഫിൽ ഖുലുബി അനിത്താബി, താബീനെ തൊട്ട് ഉള്ള ഖുലുബിന് എതിര് താബയില്ലാതെ മത്ബൂ ഉണ്ടാവാം, അത് മുഹാലല്ല. ഫായിലില്ലാതെ ഫീലുണ്ടാകൽ മുഹാലാണ്. അതുകൊണ്ടാണ് സെയ്ദുൻ കാമന്റെ അസില് കാമ സെയ്ദുൻ എന്ന് അല്ല എന്ന് പറയാനുള്ള കാരണം. കാരണം സെയ്ദിനെ പിന്നിൽ നിന്ന് മുന്നോട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ആ സമയത്ത് ആ 2 സെക്കൻഡിൽ അല്ലെങ്കിൽ 1 സെക്കൻഡിൽ ഫീലിൽ ഫായിലില്ലാതെ വരും, അത് മുഹാലാണ്. താബിനെ തൊട്ട് മത്ബൂ ഖുലുവ് ആകുന്നതിന് എതിര് ആ നിയമം ഫാസിദാണ്. കാരണം ലിഅന്ന ഹാദ, സംഗതി ഈ സംഭവം, ഈ മുന്തിക്കലും ബിന്ദിക്കലൊക്കെ ഇഅ്തിബാറുൻ മഹ്ലുൻ, ഒരു തനിച്ച ഇഅ്തിബാർ മാത്രമാണ് അവിടെ. അതവിടെ അന കുംതുന്റെ അസല് കുംതു അന ആയിരുന്നു എന്നത് വെറും ഇഅ്തിബാർ മാത്രമാണ്. അവിടെ അനനങ്ങടെ എടുത്തു കൊണ്ടുപോയി കുംതു അന എന്നുള്ളോട്ട് അനനെ എടുത്തുകൊണ്ടുപോയി മുന്നിലത് വെക്കുകയോ അതൊന്നുമല്ല. അതുപോലെ തന്നെ സെയ്ദും കാമ, എന്റെ അസല് കാമ സെയ്ദിനെ അവിടുന്ന് വലിച്ച് ഊരിക്കൊണ്ടുപോയി മുന്നിൽ വെക്കുക എന്നല്ല. അതൊക്കെ വെറും ഇഅ്തിബാർ മാത്രമാണ്. അതുകൊണ്ട് ആ കൗല് ഫാസിദാകുന്നു. ഇതാണ് പറയുന്നത്.